ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും എൻ്റെയും ചേച്ചിയുടെയും ലാസ്റ്റ് 2 ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ആലു പറാത്ത ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. പണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മല്ലിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ സാദാ ജീരകവും, ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മളത് പൊടിച്ചെടുക്കും. അതേപോലെ തന്നെ കുറച്ച് ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഞാനിവിടെ ഒലിവ് ഓയിൽ എടുത്തു എന്നുള്ളൂ. അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ, ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ എന്താ പറയുക, ടേസ്റ്റിനനുസരിച്ച്. അത്യാവശ്യം എരിവ് വേണ്ടവർക്ക് ഈ പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകും ഒരു 2 മുഴുവൻ അല്ലി നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ ചെറിയ 2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മല്ലിയും ജീരകവും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തത് നമ്മുടെ ചതയ്ക്കുന്ന സാധനമുണ്ടല്ലോ അതിൻ്റെ അകത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അതിൻ്റെ ഫ്ലേവറൊക്കെ ഫ്രഷായിട്ട് നമ്മൾ ചതച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ അതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ്. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആലു പറാത്ത 1 കപ്പ് പൊടിക്കാണ് ഉണ്ടാക്കുന്നുള്ളൂ. വളരെ കുറച്ച് അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് 2 എണ്ണം വീതം എടുക്കാനുള്ള ഒരു അളവിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പൊടി എടുത്തു, അതിലേക്ക് കുറച്ച് ഉപ്പും ഒലിവ് ഓയിലും ഒഴിച്ചു, ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് കുഴച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെങ്ങനെയാണ് ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് തന്നെ ആവണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഇത് ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് പരത്തിയാൽ മതി. അപ്പോഴാണ് ആ മാവ്, ആ ഡോ നന്നായിട്ടങ്ങ് സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അത് തന്നെ ഈ ഒരു 4 ആലു പറാത്തയ്ക്ക് അധികമായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മാത്രമാണ് ഞാൻ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലിയും അതേപോലെ തന്നെ ജീരകം കൂടി ഇട്ടുള്ളത് ചേർത്ത് കൊടുത്തുള്ളൂ. കാരണം അതിന് അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് നമ്മുടെ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരല്പം കാശ്മീരി ചില്ലിയും പിന്നെ നമ്മുടെ ഗരം മസാലയും, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്ത് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ആലു പറാത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാവ് 4 എണ്ണം കൃത്യം ഉണ്ടാക്കാനുള്ള അളവാണേ. പിന്നെ നമ്മുടെ ചപ്പാത്തി മാവ് ഓരോ ബോളായിട്ട് എടുക്കുന്നതിനേക്കാളും ഇരട്ടി വലുപ്പത്തിൽ വേണം നമ്മൾ ആലു പറാത്തയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് എടുക്കുക. നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ അങ്ങ് പരത്തുക. പക്ഷേ സാധാരണ ചപ്പാത്തി പരത്തുന്നതിനേക്കാളും അല്പം കട്ടി കൂട്ടി വേണം നമ്മൾ ആദ്യം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ പല രീതിയിൽ നമ്മുടെ ആലു പറാത്ത ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഒരു ചപ്പാത്തി പരത്തിയിട്ട് അതിനുള്ളിൽ ഫില്ലിങ് വെച്ച് വേറൊരു ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ച് പരത്തുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും, ഈ ഒരു കട്ടിക്ക് വേണം. ഇതിലും തിന്നായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതൊന്നോടെ ഒന്ന് പരത്താനുള്ളതാണ്. അപ്പോൾ അതിനുള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കട്ടി എടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ആദ്യമേ ആലു പറാത്തയുടെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പൊട്ടറ്റോയും അതേപോലെ തന്നെ നമ്മുടെ മസാലകളൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതങ്ങ് പൊതിയാം. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് പൊതിഞ്ഞെടുത്തിട്ട് എക്സ്ട്രാ വരുന്ന സാധനം നമുക്കങ്ങ് കൈ കൊണ്ടങ്ങ് മുറിച്ച് കളയാം. അപ്പോൾ ഇത് വീണ്ടും ഒരു ബോളിനുള്ളിലായി നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്നുകൂടെ ഒന്നുണ്ട ആക്കി എടുക്കുക. ഏകദേശമൊക്കെ ഒരു ഷേപ്പ് മതി കേട്ടോ. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരത്തി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്താം. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ സാധാരണ ചപ്പാത്തിയേക്കാളും
ഒരല്പം കട്ടി കൂടുതലായിരിക്കും ആലു പറാത്തയ്ക്ക്, ഞാൻ ഉണ്ടാക്കുന്ന ആലു പറാത്തയ്ക്ക്. പിന്നെ സാധാരണ കടകളിൽ കിട്ടുന്നതിനും ഒരല്പം കട്ടി കൂടുതലായിട്ട് കാണാറുണ്ട്. ചിലർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഫില്ലിങ് വയ്ക്കും. എന്നിട്ട് ഇതേ വലിപ്പത്തിലുള്ള വേറൊരു ചപ്പാത്തി അതിന് മുകളിൽ വെച്ചിട്ട് സൈഡ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ പരത്തുകയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കട്ടി കൂടുതലുള്ളതായിട്ട് തോന്നിയ കാരണമാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കൃത്യം 4 എണ്ണം ഉണ്ടാക്കാനുള്ള അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 6 8 ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന പൊടിയുടെ അളവ് കൂട്ടണം. ഞാനിവിടെ 1 കപ്പ് ആശീർവാദ് ആട്ടയാണ് കേട്ടോ എടുത്തത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ആലു പറാത്ത എന്ന് പറയുന്നത്. ചപ്പാത്തിയും പൂരിയൊക്കെ പോലെ തന്നെ ഇഷ്ടമുള്ള ഒന്നാണ്. കാരണം സാധാരണ ആലു പറാത്ത ഉണ്ടാക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് കറി ഉണ്ടാക്കാറില്ല. സാധാരണ ഇത് തൈരും അച്ചാറൊക്കെ കൂട്ടിയാണല്ലോ കഴിക്കാറ്. പിന്നെ ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കഴിക്കുമ്പോൾ ആ എരിവും അതേപോലെ തന്നെ ആ ഉരുളക്കിഴങ്ങ് മസാലയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലതാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതുവരെ ആലു പറാത്ത ഉണ്ടാക്കാത്തവരൊന്ന് ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ എന്താ പറയുക, ആ മസാല ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ മസാല ഉണ്ടാക്കുമ്പോൾ മാക്സിമം നന്നായിട്ട് വെന്ത പൊട്ടാറ്റോ ആയിരിക്കണം. അതേപോലെ തന്നെ ജലാംശം വളരെ കുറവുമായിരിക്കണം, എങ്കിലേ നമ്മൾ പരത്തുമ്പോൾ പൊട്ടി പുറത്തേക്ക് വരാതിരിക്കുകയുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നിങ്ങൾ അരിഞ്ഞാണ് ചേർക്കുന്നതെങ്കിൽ മാക്സിമം കനം കുറച്ച് വേണം കേട്ടോ അരിയാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പരത്തുമ്പോഴേ അതിങ്ങനെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് നമ്മുടെ ആലു പറാത്ത കിട്ടത്തില്ല. ഇനി നമ്മൾ സാധാരണ നമ്മുടെ ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ പാൻ അടുപ്പത്ത് വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ഗ്യാസ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 2 വശവും മറിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരുന്ന പോലെ തന്നെ ഇതിങ്ങനെ അപ്പുറം ഇപ്പുറം മറിച്ചിടുമ്പോൾ കുറച്ചുകൂടെ ഒരു പഫി ആയിട്ട് വരും. അപ്പോൾ ഈ ഞാൻ ആദ്യം ഉണ്ടാക്കിയതിന് ഇച്ചിരി കൂടെ കട്ടി കൂടുതലാണ്, ഇച്ചിരി കൂടെ വേണമെങ്കിൽ കട്ടി കുറയ്ക്കായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു കുറച്ചുകൂടെ നന്നായിട്ട് വീർത്ത് വന്നേനെ. അപ്പോൾ ഇതാണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതുണ്ടോ, വേണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആലു പറാത്ത ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു എളുപ്പ വഴിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇങ്ങനെ നമ്മൾ ആലു പറാത്ത ഉണ്ടാക്കുമ്പോൾ സെപ്പറേറ്റ് ഒരു കറിയൊന്നും ഉണ്ടാക്കണ്ട. ഇതിൻ്റെ കൂടെ സാധാരണ ധാബയിലൊക്കെ നമ്മുടെ അച്ചാറും അതേപോലെ തന്നെ തൈരൊക്കെ കൂട്ടിയാണ് ഇത് കഴിക്കാറ്. അത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, തൈരും ഈ ആലു പറാത്തയും അച്ചാറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളങ്ങനെ ആലു പറാത്ത ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ആട്ടയും ഈ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ അത്യാവശ്യം നമ്മുടെ വയറ് നിറയുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ആലു പറാത്ത എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല, ഡിന്നറായിട്ടോ ലഞ്ചായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ആലു പറാത്ത. വേണമെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ പൊട്ടറ്റോയോടൊപ്പം കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് കുറച്ചുകൂടെ വേണമെങ്കിൽ ഗ്രാൻഡാക്കി എടുക്കാം. അപ്പോൾ അവരറിയാതെ തന്നെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉള്ളിൽ ചെല്ലും ചെയ്യും. പൊതുവേ കുട്ടികൾക്ക് പച്ചക്കറി കഴിക്കാൻ മടിയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഐഡിയ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ആലു പറാത്തയോടൊപ്പം കുറച്ച് കടലക്കറി കൂട്ടിയാണ് കഴിക്കുന്നത്. കാരണം ഇന്നലെ ഉണ്ടാക്കിയ കടലക്കറി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കൂട്ടിയാണ് കഴിക്കുന്നത്. പിന്നെ പറഞ്ഞല്ലോ, പൊതുവേ ആലു പറാത്തയുടെ കൂടെ കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറും തൈരുമാണ്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് തൈരും അച്ചാറും കഴിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ കടലക്കറി കൂട്ടി കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 2 എണ്ണം ഉള്ളെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ വയറൊക്കെ നിറഞ്ഞൊരു ഫീൽ തരുന്ന ഒന്നായിരുന്നു നമ്മുടെ ആലു പറാത്ത. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ച് അങ്ങ് സ്കിപ്പ് ചെയ്തു. ഈ ഒരു 2 ആലു പറാത്ത രാവിലെ കഴിച്ചിട്ടൂടെ തന്നെ വയറൊക്കെ ഏകദേശം നമുക്ക് ഫില്ലായിരുന്ന ഫീൽ ആയതുകൊണ്ട് ഞങ്ങൾ കരുതി വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. കുറച്ച് നല്ല തണുപ്പൊക്കെ നമുക്ക് ഇച്ചിരി കപ്പയും മീൻകറി ഉണ്ടാക്കി കഴിക്കാം. ഇച്ചിരി കപ്പ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ മീൻകറിയുടെ റെസിപ്പി നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. അവിടെ ചേച്ചിയുടെ അടുത്തുണ്ടാകുന്ന സമയത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്പി ആയിട്ട് നമ്മൾ പിന്നീട് ചാനൽ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വേറൊരു ഡേ ഇൻ മൈ ലൈഫിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം മീൻകറിയാണ്. എനിക്ക് ഈ കപ്പയുടെ കൂടെ മുളകിട്ട മീൻകറി കഴിക്കാൻ ഇഷ്ടം. നല്ല തേങ്ങയൊക്കെ ഇട്ട് ഒതുക്കാൻ നല്ല കപ്പുഴുക്കും നല്ല മുളക് ചാറിലും മീൻകറി നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ ഞാനതിന് കുഞ്ഞുള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ.
മീൻകറി വെക്കുന്നതിന് നമ്മൾ അരിഞ്ഞൊക്കെ വെക്കുന്നതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അധികം വെള്ളത്തിലാണ് കേട്ടോ, നല്ല തിളച്ച വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. കാരണം നമ്മൾ ഈ വെള്ളമാണ് മീൻകറിക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ എടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം ഞാൻ ഈ കുടംപുളി കുതിർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ മീൻകറിയിലേക്ക് ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി മാത്രമാണ് എടുക്കുന്നത്, സവാള എടുക്കുന്നേ ഇല്ല. കുഞ്ഞുള്ളിയിൽ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും എല്ലാം കുറച്ച് നീളത്തിൽ കേട്ടോ അരിയുന്നത്. സാധാരണ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് അരിയാറ്, അതുകൊണ്ട് അങ്ങ് അരിഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെയും അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ അളവ് ഇച്ചിരി കൂടിപ്പോയിന്നതിലും കുഴപ്പമൊന്നുമില്ല, മീൻകറിയല്ലേ, അതൊക്കെ അതിൻ്റെ ടേസ്റ്റ് കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയായി, നമ്മുടെ കുഞ്ഞുള്ളിയായി. അതേപോലെ തന്നെ നമ്മൾ മുളക്, പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്, കപ്പയുടെ കൂടെ കൂട്ടാനാണെങ്കിലും അല്ലെങ്കിൽ മുളകിട്ട മീൻകറിയിൽ ഇച്ചിരി എരിവ് അത്യാവശ്യം ഉള്ളതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും മുളകൊക്കെ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ എരിവിലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുളകിൻ്റെ എണ്ണം അങ്ങ് കുറച്ചാണെന്നാൽ മതി. അപ്പോൾ നമുക്ക് ചട്ടിയിൽ നമ്മുടെ മീൻകറി ഉണ്ടാക്കാം. ചേച്ചിയുടെ അടുത്ത് വെച്ച് ചട്ടിയിൽ മീൻകറി ഉണ്ടാക്കാൻ പറ്റിയില്ല, കാരണം അവരുടെ ഫയറെല്ലാം അടിക്കും ചട്ടി വയ്ക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് നമ്മൾ സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് ചട്ടിയിലേക്ക് മാറ്റുക ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫയർ അലാമിൻ്റെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ടു. പിന്നെ നമ്മൾ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരല്പം ഉലുവ കൂടി ഇട്ടു. അപ്പോൾ ഈ ചട്ടി നമ്മൾ സാധാരണ ഗ്യാസ് അടുപ്പിൽ വെക്കരുതെന്നൊക്കെ ആട്ടോ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അധികം നാൾ ചട്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല, നന്നായിട്ട് മെരിക്കിയ ചട്ടി അല്ലെങ്കിൽ. അപ്പോൾ കുറച്ച് വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പില ഇട്ടു. അതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അപ്പോൾ ഞാൻ ഈ മൺചട്ടിയുടെ കാര്യം പറഞ്ഞു വന്നത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 2 ചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ചട്ടിയും പിന്നെ അധികം ഇങ്ങനെ മെരുക്കാത്ത ചട്ടിയായിരുന്നു. കാരണം ഞങ്ങൾ നാട്ടിൽ ചെന്നു ചട്ടി വാങ്ങിച്ച് നമുക്ക് അധികം ദിവസം അതൊന്നും മെരുക്കി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കൊണ്ടുവന്ന ഒരു ചട്ടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളിങ്ങനെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ആ ചട്ടിയിൽ പൊട്ട് വീണിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നന്നായിട്ട് മെരുക്കി എടുത്ത് കൊണ്ടുവരാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഇപ്പോൾ ഈ ചട്ടിക്കൊന്നും ഒരു പ്രശ്നമില്ല, കാരണം ഇത് നേരത്തെ അവിടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചട്ടിയായിരുന്നു. അല്ല, നന്നായിട്ട് ഇങ്ങനെ കറുപ്പിച്ച്, ശരിക്കും ചട്ടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കളറ് ചുമപ്പായിരിക്കും, പക്ഷെ നമ്മൾ നന്നായിട്ട് മെരുക്കി എടുത്ത് കഴിയുമ്പോഴാണ് ഈ ഒരു കളറിൽ വരുന്നത്. അപ്പോൾ ചട്ടി വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ചേർത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട ആ ഒരു വെള്ള കളറ് വരണം, നമ്മുടെ ഉള്ളിയുടെ കളറ് മാറിയിട്ടേ. അപ്പോൾ വഴണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. കാശ്മീരി ചില്ലി പൗഡറാണ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. അത് എനിക്ക് മല്ലിപ്പൊടി ചേർക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം. പക്ഷേ മല്ലിപ്പൊടി ചേർത്താൽ കുറച്ചുകൂടെയും നമ്മുടെ ചാറിനൊരു കുറുകലൊക്കെ വരും കേട്ടോ. അതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും വരും. അപ്പോൾ മല്ലിപ്പൊടിയുടെ ടേസ്റ്റൊക്കെ മീൻകറിക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ വളരെ കുറഞ്ഞ അളവിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പൊടികളൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തു. ലോ ഫ്ലെയിമിൽ നമ്മുടെ ഗ്യാസ് വെച്ചിട്ട് വേണം പൊടികൾ വഴറ്റിയെടുക്കാൻ. പ്രത്യേകിച്ച് ചട്ടിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞുമുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മൾ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച ശേഷം ഞാനതിലേക്ക് നമ്മൾ ആദ്യമേ ഇട്ട് വെച്ചിരുന്ന പുളി കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ചേച്ചി ചെയ്തപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പൊടിയിൽ ആ വെള്ളം ഒന്ന് വറ്റിയ ശേഷമാണ് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് വിട്ടുപോയി, ഞാൻ ആ വെള്ളം മൊത്തം ഒഴിച്ചു പോയി. എന്നിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ചേച്ചിയുടെ ഒരു എന്താ പറയുക, ഒരു ടിപ്പാണ്. അങ്ങനെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് പൊടികളൊന്ന് കുറുക്കിയെടുത്ത ശേഷമാണ് ബാക്കി വെള്ളവും പുളിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച ശേഷമാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് തിള വന്ന ശേഷം മാത്രമേ നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ സാമണാണ് കേട്ടോ. ആ ഒരു മീനിലേക്കാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച അന്ന് തന്നെ എല്ലാ ഉപ്പും പുളിയൊക്കെ പെട്ടെന്ന് പിടിക്കാൻ ചാൻസുള്ള നല്ല ദശകഷ്ണമുള്ള ഇവിടെ കിട്ടുന്ന മീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സാമൺ എടുത്തത്. എനിക്ക് പിന്നെ ഇഷ്ടമാണ് സാമൺ വറുക്കുന്നതാണെങ്കിലും കറി വയ്ക്കുന്നതാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കപ്പയുടെ പരിപാടിയിലേക്ക് കിടക്കാം. 2 ചെറിയ കുഞ്ഞു കപ്പയേ ഉണ്ടായിരുന്നുള്ളൂ, അതങ്ങ് നുറുക്കി വെച്ചു. അപ്പോൾ ഞങ്ങളിവിടെ സാധാരണ കപ്പ ഉണ്ടാക്കാൻ നേരത്ത് 2 പ്രാവശ്യം വേവിക്കും കേട്ടോ. ഒന്ന് നമ്മൾ വെറുതെ വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് തിള വന്ന് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് വീണ്ടും
മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട വെള്ളത്തിൽ കപ്പ ഒന്നുകൂടെ വേവിച്ചെടുക്കും. കാരണം ഇവിടെ കിട്ടുന്ന കപ്പയിൽ, നാട്ടിൽ കിട്ടുന്ന കപ്പയേക്കാളും കുറച്ചുകൂടെ ഒരു മക്ക് ചുവ കൂടുതലാണ്. അപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമാണ് തിളപ്പിക്കുന്നുള്ളെങ്കിൽ ആ കപ്പയ്ക്ക് ചെറിയൊരു കയ്പ്പ് തോന്നിക്കാറുണ്ട്. അതുകൊണ്ട് 2 പ്രാവശ്യം വേവിക്കാറുണ്ട്. മീൻകറി അടുപ്പത്ത് വെച്ച് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയിലേക്കുള്ള നമ്മുടെ തേങ്ങ ഒതുക്കി ചേർക്കാനുള്ളതങ്ങ് മിക്സിയുടെ വലിയ ജാറിലേക്ക് എടുക്കുകയാണ്. തേങ്ങ, കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് നല്ല ജീരകം, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുക്കും. അരച്ചെടുക്കുകയല്ല, നമ്മളൊന്ന് ഒതുക്കിയെടുക്കും. ഇവിടെ നമുക്ക് അമ്മിക്കല്ലൊന്നുമില്ല, അപ്പോൾ നമ്മൾ മിക്സിയുടെ വലിയ ജാറിലാണൊന്ന് പൾസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇച്ചിരിയോടെ ഒന്ന് ചാറ് കൊടുക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ സാധാരണ സ്പൂൺ ഇട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാറില്ല. നമ്മൾ സാധാരണ ചുറ്റിക്കുകയാണ് പതിവ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കപ്പ വെച്ചിട്ടുള്ളൂ. കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇവിടെയുള്ള കപ്പയ്ക്ക് അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ നല്ല മുളക് ചാറിലുള്ള മീൻകറി അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് നമ്മുടെ കപ്പയും മീൻകറി. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണെന്നറിയാം. അതേപോലെ തന്നെ എനിക്ക് മുളകിട്ട മീൻകറിയാണ് മീൻകറികളിൽ ഏറ്റവും ഇഷ്ടം. തേങ്ങ അരച്ചും തേങ്ങാപ്പാൽ ഒഴിച്ചൊക്കെ മീൻകറി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഒരിഷ്ടം കൂടുതൽ നമ്മുടെ ഈ മുളകിട്ട മീൻകറിയോടുണ്ട് കേട്ടോ. ചിലപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ കറികളോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ തിളച്ചിട്ടുണ്ട്. ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേറെ വെള്ളത്തിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ വേവിക്കും. പിന്നെ കപ്പ പുഴുക്കുണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ കപ്പ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കപ്പ ഒരുപാട് വെന്ത് കുഴയുന്ന ഇഷ്ടമല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം വേവിക്കുമ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം വേവിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, അധികം തിളച്ച് വെന്ത് പോവാതിരിക്കാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ ഓഫ് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. മീൻകറി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പപ്പുഴുക്കിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പാനടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മളാദ്യം തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് എന്താ പറയുക വഴറ്റിയെടുക്കുകയാണ്. ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ജീരകമൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ കപ്പയല്ലേ, ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇനി അധികം സമയമൊന്നും വേണ്ട, വേവിച്ച കപ്പ കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. കാരണം കപ്പ നന്നായിട്ട് വെന്തതാണ്, നമ്മുടെ തേങ്ങയുടെയൊക്കെ പച്ചമണം മാറിയതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കപ്പപ്പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. നല്ല കപ്പപ്പുഴുക്ക്, ചൂട് കപ്പപ്പുഴുക്കാണ്. നല്ല കപ്പപ്പുഴുക്കും നല്ല മുളക് ചാറ്, മീൻ മുളക് ചാറ്. ഇത് മേലേക്കിടെ അങ്ങ് ഒഴിക്കാം അല്ലേ. അപ്പോൾ ചൂടാകുന്നതിന് മുമ്പ് കഴിക്കട്ടെ കേട്ടോ. സൂപ്പറാണ്. നല്ല കപ്പപ്പുഴുക്കും മീൻചാറും ഒരു കട്ടൻ ചായയും കൂടെ വേണമായിരുന്നു അല്ലേ. അപ്പം ഞാനിതെല്ലാം കൂടെ ആയിട്ടൊരു പിടി പിടിക്കാൻ പോവുകയാണ്. ഇടും വേഗം ഉണ്ടാക്കി കേട്ടോ. ഇച്ചിരി മീൻ കഷ്ണം കൂടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.